നമുക്ക് ഇന്നൊരു വൻമുറി കൂടാൻ വേണ്ടി പോയാലോ? ഇതോടുകൂടി കല്യാണത്തിന്റെ എല്ലാ പരിപാടികളും തീരുവാട്ടോ. അവസാന പരിപാടിയാണ് ഇന്നത്തെ വൻമുറി എന്ന് പറയണത് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിവസം എഴുന്നിട്ട് വൻമുറി, അതായത് ബുധനാഴ്ച ദിവസം എഴുന്നിട്ടാണ് നമ്മുടെ ഇവിടെ കല്യാണത്തിന്റെ റിസപ്ഷന്റെ പരിപാടി കഴിഞ്ഞ് ചെക്കനെ പെണ്ണിന്റെ വീട്ടിലേക്കാട്ടോ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴാണ് ചെക്കന്റെ വീട്ടിലേക്ക് പെണ്ണും ചെക്കനും തിരിച്ചു വരുന്നത് കേട്ടോ. ചെക്കനും പെണ്ണും തിരിച്ച് ചെക്കന്റെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് നമ്മുടെ ഇവിടെയൊക്കെ വൻമുറി സെറ്റാക്കുന്നത്. അപ്പൊ നമ്മളിതേ കസിൻസ് എല്ലാവരും തന്നെ ഉണ്ട്. അപ്പൊ വൻമുറിക്ക് സ്പെഷ്യൽ ചിക്കനും മീനൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ആ പണിയിലാണ് കേട്ടോ. പണികളെല്ലാം ചെയ്തതിനെ പറ്റി നമ്മളെല്ലാവരും ഇതേപോലെ സിറ്റൗട്ടിൽ വന്നിരുന്ന ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് കേട്ടോ. നമ്മളപ്പോ കല്യാണ പെണ്ണായിട്ട് ശരിക്കും കമ്പനി ആവണത് ഇന്നായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു വൻമുറി പരിപാടി വെച്ചേക്കാണ് തന്നെ നമ്മൾ കസിൻസ് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടിയാട്ടോ. അപ്പൊ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും അന്നത്തെ രാത്രി അങ്ങ് അടിച്ചു പൊളിച്ചട്ടോ. ഇതിന്റെ ഇടയിൽ രാത്രി ആയപ്പോ നമ്മളെല്ലാവരും കൂടി വാഴ വെട്ടാൻ വേണ്ടി പോയേക്കണം. അപ്പൊ സോറി, വാഴ ഇല വെട്ടാൻ വേണ്ടി കേട്ടോ. രാത്രിയിൽ ഊണപ്പം നമുക്ക് ഇലയിൽ കഴിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മളിത് എല്ലാവരും കൂടി ആദ്യം ശരിക്കും 2-3 പേരാണ് പോയത്. പിന്നെ പുറകെ പോയി നമ്മൾ എല്ലാവരും കൂടിയാണ് കുറച്ച് ഇല പറിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ പിന്നെ ഡാൻസിന് ശേഷം പിന്നെ അടുത്തായിട്ട് ഓരോരുത്തരായിട്ട് പാട്ട് പാടലൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ പാട്ട് പാടാൻ കഴിയുന്ന കുറേ പേരുണ്ട് കേട്ടോ. വല്യപ്പാപ്പനും മാലമ്മന്റെ ദിവ്യമാരൊക്കെ പാട്ട് പാടുന്നതിന്റെ ഇപ്പോഴാട്ടോ കേൾക്കുന്നത്. അവര് മാത്രമല്ല, നമ്മുടെ കല്യാണപ്പെണ്ണും പാട്ടൊക്കെ പാടിയായിരുന്നു കേട്ടോ. അങ്ങനെ പാട്ടും ഡാൻസും അങ്ങനത്തെ എല്ലാ കലാപരിപാടികളും തീർന്ന അവസാനം നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. മീൻകറിയും ചിക്കൻ കറിയും മീൻ വറുത്തതൊക്കെ ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മീൻ വറുത്തത് എടുത്തില്ലായിരുന്നു, കാരണം ചാളയാണ് മീൻ വറുത്തത്. അപ്പോൾ എനിക്ക് ചാള ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ബാക്കി എല്ലാം കൂട്ടി നമ്മളെല്ലാവരും കൂടി ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ കല്യാണ പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.